ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു നിയമകേസ് അതിന്നും നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നറിയാമോ? ആഡംസൺ വേഴ്സസ് ജാർവിസ് എന്ന ആ സുപ്രധാന കേസിന്റെ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ബോസ് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നു, പക്ഷേ അതൊരു നിയമവിരുദ്ധമായ കാര്യമാണെന്ന് പിന്നെയാണ് അറിയുന്നതെങ്കിലോ? ആരാണ് കുടുങ്ങുക? നിങ്ങളാണോ അതോ നിങ്ങളുടെ ബോസാണോ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോവാം. ഒരു സാധാരണ ലേലം. സംഭവം നടക്കുന്നത് 1827 ഇംഗ്ലണ്ടിലാണ്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആഡംസനും ജാർവിസുമാണ്. ആഡംസൺ ഒരു ലേലക്കാരൻ. ഒരു ദിവസം ജാർവിസ് കുറച്ച് കന്നുകാലികളുമായി ആഡംസന്റെ അടുത്തു വന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് ലേലം ചെയ്തു വിൽക്കണം. സ്വാഭാവികമായും ആഡംസൺ തന്റെ കക്ഷിയെ വിശ്വസിച്ചു. ഇതിലെ നിയമപരമായ ഒരു പ്രശ്നവുമില്ലെന്ന് കരുതി ആ കന്നുകാലികളെല്ലാം ലേലത്തിൽ വിട്ടു. പക്ഷേ ആ വിൽപ്പന കഴിഞ്ഞതോടെയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. ഭംഗിയായി ചെയ്ത ഒരു ജോലി ആഡംസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദനയായി മാറാൻ പോവുകയായിരുന്നു. അപ്പോ കാര്യങ്ങൾ എങ്ങനെയാണ് കുഴപ്പത്തിലായത്? സംഭവിച്ചതിങ്ങനെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ജാർവിസ് ആഡംസനോട് കന്നുകാലികളെ വിൽക്കാൻ പറയുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആഡംസൻ അത് അതേപടി അനുസരിച്ച് ലേലം നടത്തുന്നു. പക്ഷേ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ട്വിസ്റ്റ്. ആ കന്നുകാലികളുടെ യഥാർത്ഥ ഉടമ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് നേരെ പോയി ആഡംസിനെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോ എന്തായിരുന്നു പ്രശ്നം? സിമ്പിളാണ്. ജാർവിസ് ആ കന്നുകാലികളുടെ ഉടമയായിരുന്നില്ല. അതെ, അയാൾ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. മറ്റൊരാളുടെ മുതൽ സ്വന്തമാണെന്ന് പറഞ്ഞ് അയാൾ ആഡംസിനെ പറ്റിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ പാവം ആഡംസൻ വലിയൊരു നിയമക്കുരുക്കിൽ പെട്ടുപോയി. കോടതിയിൽ കേസ് വന്നപ്പോൾ വിധി ആഡംസനെതിരായിരുന്നു. യഥാർത്ഥ ഉടമയ്ക്ക് 1,195 പൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചു. ഓർക്കണം, അന്നത്തെ കാലത്ത് അതൊരു ഭീമമായ തുകയാണ്. അത് മാത്രല്ല, ഈ കേസ് നടത്താനായിട്ട് വേറെയും 500 പൗണ്ട് ചെലവായി. അപ്പോ മൊത്തത്തിൽ മറ്റൊരാളുടെ ചതി കാരണം ആഡംസന് വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെയുണ്ടായി. അങ്ങനെ ആഡംസൻ ജാർവിസിനെതിരെയും കേസ് കൊടുത്തു. അപ്പൊ കോടതിയുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഈ നഷ്ടത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? തെറ്റായ നിർദ്ദേശം കൊടുത്ത ജാർവിസാണോ അതോ ആ നിർദ്ദേശം അതേപടി അനുസരിച്ച ആഡംസനാണോ? ആഡംസന്റെ വാദം വളരെ വ്യക്തമായിരുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണിത് ചെയ്തത്. ഇതിലൊരു ചതിയുണ്ടെന്നെനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം നിങ്ങൾ തരണം. പക്ഷെ ജാർവിസ് എന്താ പറഞ്ഞതെന്നോ? ലേലം നടത്തിയത് നിങ്ങളല്ലേ, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി ഒരു ചരിത്രവിധിയിലേക്കെത്തി. നിയമചരിത്രത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു വിധി. അതെ, കോടതി വിധിച്ചത് ലേലക്കാരനായ ആഡംസന് അനുകൂലമായിട്ടായിരുന്നു. നിരപരാധിയായ അദ്ദേഹത്തിന് നീതി കിട്ടി. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ തീരുമാനിച്ചത്? അതിന്റെ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി പറഞ്ഞത് ഇതാണ്: ഇവിടെ ആഡംസൺ, അതായത് ഏജന്റ്, തന്റെ പ്രിൻസിപ്പളായ ജാർവിസിന്റെ നിർദ്ദേശം നല്ല വിശ്വാസത്തോടെയാണ് ചെയ്തത്. ആ നിർദ്ദേശം ശരിയാണെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് എല്ലാ കാരണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രവൃത്തി കാരണം ആഡംസന് എന്ത് നഷ്ടം സംഭവിച്ചോ അത് നികത്തേണ്ടത് ജാർവിസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ വിധി വെറുതെ ആഡംസന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അത് നിയമത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു തത്വത്തിന് അടിത്തറയിട്ടു. നിയമത്തിൽ ഇതിന് പറയുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അഥവാ നഷ്ടപരിഹാര കരാർ. സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശം നിയമപരമാണെന്നൊരു ഉറപ്പ് അതിലൊളിഞ്ഞിരിപ്പുണ്ട്. ഇനി ആ ഉറപ്പ് തെറ്റാണെന്ന് തെളിയുകയും നിർദ്ദേശം അനുസരിച്ച ആൾക്ക് ഒരു നഷ്ടം സംഭവിക്കുകയും ചെയ്താൽ നിർദ്ദേശം കൊടുത്തയാൾ ആ നഷ്ടം നികത്താൻ ബാധ്യസ്ഥനായിരിക്കും. അതാണ് സംഗതി. അപ്പോ 1827 ഈ കേസ് ഇന്ന് നമുക്ക് എന്തിനാണ് പ്രസക്തമാകുന്നത്? ഒന്ന്, ജീവനക്കാരെയും കോൺട്രാക്ടർമാരെയും ഒക്കെ പോലുള്ള നിരപരാധികളായ ഏജന്റുമാർക്ക് ഇത് വലിയൊരു നിയമസംരക്ഷണമാണ്. രണ്ട്, തെറ്റായ നിർദ്ദേശം കൊടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റില്ലെന്ന് ഇതുറപ്പിച്ചു പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി, നിയമത്തിൽ നല്ല വിശ്വാസത്തോടെ അഥവാ ഗുഡ് ഫെയ്ത്തിൽ പ്രവർത്തിക്കുന്നതിന് എത്ര വലിയ വിലയുണ്ടെന്ന് ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ജോലിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെയോ ക്ലയന്റിന്റെയോ നിർദ്ദേശം പാലിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ റിസ്ക് ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഒരുപക്ഷേ ഈ 200 വർഷം പഴക്കമുള്ള കേസിന്റെ വിധിയിലായിരിക്കാം നിങ്ങൾക്കുള്ള ഉത്തരം.